ഓഫ് MLTയുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇൻ ഹെമറ്റോളജി ടോപ്പിക്. ഹെമറ്റോളജി ടോപ്പിക്കിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ RBC ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ RBC ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹെയിംസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ബി ഡേസീസ് ഫോർമോൾ സിട്രേറ്റ്, ഓപ്ഷൻ സി ടോയ്സൺസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ഡി ഹിംഗിൾമാൻസ് ഫ്ലൂയിഡ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹിംഗിൾമാൻസ് ഫ്ലൂയിഡ്. ഹിംഗിൾമാൻസ് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ആസ് എ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ഇൻ ആബ്സല്യൂട്ട് ഇയോസിനോഫിൽ കൗണ്ട്. ആബ്സല്യൂട്ട് ഇയോസിനോഫിൽ കൗണ്ടിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയലൂട്ടിംഗ് ഫ്ലൂയിഡാണ് ഇത് ഹിംഗിൾമാൻസ് ഫ്ലൂയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫോളോയിങ് ആൻറ്റികോയാഗുലൻ്റ് ഈസ് ആൾസോ നോൺ ആസ് വെർസീൻ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി ഡബിൾ ഓക്സലേറ്റ്, ഓപ്ഷൻ സി ACD ആൻഡ് ഓപ്ഷൻ ഡി EDTA. The answer is option D EDTA. EDTA is otherwise known as versin. Next question, in Leishman staining fixation is done by option A eosin, option B methanol, option C distilled water, option D acetone. The answer is methanol. Methanol fix the cell to slide. മെത്തനോൾ ആണ് സെൽസിനെ സ്ലൈഡിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇയോസിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇയോസിൻ സൈറ്റോപ്ലാസം സ്റ്റെയിൻ ചെയ്യുന്നു. അതുപോലെ അസറ്റോൺ ഹീമോലൈസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഡിസ്റ്റിൽഡ് വാട്ടർ ലീഷ്മാൻ സ്റ്റെയിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയലൂഷൻ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ RBC പിപ്പറ്റ്. RBC പിപ്പറ്റിൻ്റെ ഡയലൂഷൻ ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. 1/200, ഓപ്ഷൻ ബി 1/10, ഓപ്ഷൻ സി 1/15, ഓപ്ഷൻ ഡി 1/20. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 1/200. നമ്മൾ RBC കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ന്യൂബോർ കൗണ്ടിങ് ചേമ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ബ്ലഡും എടുക്കുന്നൊരു പിപ്പറ്റാണ് എന്ത്? RBC പിപ്പറ്റ്. ഈ RBC പിപ്പറ്റിൻ്റെ ഡയലൂഷനാണ് ചോദിച്ചത്. 1/200 ആണ് RBC പിപ്പറ്റിൻ്റെ ഡയലൂഷൻ. അതുപോലെ WBC കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പിപ്പറ്റാണ് WBC പിപ്പറ്റ്. WBC പിപ്പറ്റിൻ്റെ ഡയലൂഷനാണ് 1/20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൂക്കോസൈറ്റോസിസ് ഈസ് സീൻ ഇൻ ഓപ്ഷൻ എ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റസ്, ഓപ്ഷൻ ബി റുമാറ്റഡ് ആർത്രൈറ്റിസ്, ഓപ്ഷൻ സി ലുക്കീമിയ ആൻഡ് ഓപ്ഷൻ ഡി അപ്ലാസ്റ്റിക് അനീമിയ. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ലുക്കീമിയ. ലൂക്കോസൈറ്റോസിസ് എന്നാണ് ബ്ലഡിൽ ലൂക്കോസൈറ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് ലൂക്കോസൈറ്റോസിസ്. ലൂക്കോസൈറ്റോസിസ് കാണുന്നത് ലുക്കീമിക് കണ്ടീഷനിലാണ് ലൂക്കോസൈറ്റോസിസ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റികോയാഗുലൻ യൂസ്ഡ് ഇൻ ബ്ലഡ് സാമ്പിൾ കളക്ഷൻ? ബ്ലഡ് സാമ്പിൾ കളക്ഷനിൽ യൂസ് ചെയ്യാത്ത ഒരു ആൻറ്റികോയാഗുലൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ EDTA, ഓപ്ഷൻ ബി പൊട്ടാസ്യം അയഡൈഡ്, ഓപ്ഷൻ സി സോഡിയം സിട്രേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഹെപ്പാരിൻ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി പൊട്ടാസ്യം അയഡൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. RBCയുടെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 10 to 15 മൈക്രോമീറ്റർ, ഓപ്ഷൻ ബി 15 to 20 മൈക്രോമീറ്റർ, ഓപ്ഷൻ സി 6 to 8 മൈക്രോമീറ്റർ, ഓപ്ഷൻ ഡി 20 to 20 മൈക്രോമീറ്റർ. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 6 to 8 മൈക്രോമീറ്റർ ആണ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് WBC സീൻ ഇൻ ഹ്യൂമൻ ബ്ലഡ്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി ലിംഫോസൈറ്റ്, ഓപ്ഷൻ സി മോണോസൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ബേസോഫിൽ. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി മോണോസൈറ്റ് ഈസ് ദ ലാർജസ്റ്റ് WBC സീൻ ഇൻ ഹ്യൂമൻ ബ്ലഡ്സ്. ഹ്യൂമൻ ബ്ലഡിൽ ഏറ്റവും വലിയ WBC വൈറ്റ് ബ്ലഡ് സെൽ ഏതാണ്? മോണോസൈറ്റ്. അതുപോലെ ഏറ്റവും വലിയ ന്യൂക്ലിയസ് ഉള്ള WBC ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലിംഫോസൈറ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഹീമോഗ്ലോബിൻ? ഓപ്ഷൻ എ സാൻമത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്, ഓപ്ഷൻ ബി സാലീസ് മെത്തേഡ്, ഓപ്ഷൻ സി ഡെയേഴ്സ് മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി സ്പെൻസർ മെത്തേഡ്. ആൻസർ ഈസ് ഓപ്ഷൻ എ സാൻമത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഹീമോഗ്ലോബിൻ. ഈ 4 മെത്തേഡ്സും കളറിമെട്രിക് മെത്തേഡിൽ വരുന്ന ഹീമോഗ്ലോബിൻ മെത്തേഡ്സ് ആണ്. ആക്യുറേറ്റ് മെത്തേഡ് സാൻമത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഫോളോയിങ് ആൻറ്റികോയാഗുലൻ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഗ്രീൻ ക്യാപ്ഡ് വാക്യൂം ട്യൂബർ ട്യൂബ്സ്? ഗ്രീൻ ക്യാപ്ഡ് വാക്യൂം ട്യൂബർ ട്യൂബുള്ള ആൻറ്റികോയാഗുലൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി EDTA,
Option C, sodium citrate. Option D, ACD. The answer is option A, heparin. ഹെപ്പാരിൻ ആണ് നമ്മൾ ഗ്രീൻ ക്യാപ്ഡ് വാക്യൂം ക്ലീനർ ട്യൂബിൽ ഉണ്ടാവുന്നത്. EDTക്ക് ഏതാണ് കളറ്? ലാവൻഡർ അല്ലെങ്കിൽ ഗ്രേ കളർ. അതുപോലെ സിട്രേറ്റിന് സ്കൈ ബ്ലൂ കളറാണ്. ACD ഈസ് ആൻ ആൻറ്റിക്കൊയാഗുലൻ യൂസ്ഡ് ഇൻ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്തിരുന്ന ആൻറ്റിക്കൊയാഗുലൻ്റാണ് ACD. പക്ഷേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആൻറ്റിക്കൊയാഗുലൻ്റാണ് CPD. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെപ്ത് ഓഫ് ആൻ ഇംപ്രൂവ്ഡ് ന്യൂബോർ കൗണ്ടിങ് ചേംബർ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 0.5 millimeter, ഓപ്ഷൻ ബി 0.1 millimeter, ഓപ്ഷൻ സി 0.1 millimeter, ഓപ്ഷൻ സി 0.6 millimeter, ഓപ്ഷൻ ഡി 0.3 millimeter. The answer is ഓപ്ഷൻ ബി 0.1 millimeter. ഇംപ്രൂവ്ഡ് ന്യൂബോർ കൗണ്ടിങ് ചേംബർ എന്ന് പറഞ്ഞാൽ RBC കൗണ്ടും WBC കൗണ്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൗണ്ടിങ് ചേംബറാണ് ഇംപ്രൂവ്ഡ് ന്യൂബോർ കൗണ്ടിങ് ചേംബർ. അതിൻ്റെ ഡെപ്താണ് 0.1 millimeter. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, നോർമൽ വാല്യൂ ഓഫ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഓപ്ഷൻ എ 4.5 to 6 millions per millimeter cube, ഓപ്ഷൻ ബി 2.5 to 4 lakhs per millimeter cube of blood, ഓപ്ഷൻ സി 1.5 to 4.5 lakhs per millimeter cube of blood, ഓപ്ഷൻ ഡി 3 to 4 lakhs per millimeter cube of blood. The answer is ഓപ്ഷൻ സി 1.5 to 4.5 lakhs per millimeter cube of blood is normal value of platelet. Next, an increase in the number of erythrocytes is called option A leukocytosis, option B erythrocytosis, option C erythropenia, option D leukopenia. എർത്രോസൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി എർത്രോസൈറ്റോസിസ്. ലൂക്കോസൈറ്റോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലൂക്കോസൈറ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് ലൂക്കോസൈറ്റോസിസ്. അതുപോലെ എറിത്രോപീനിയ എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ് കൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് എറിത്രോപീനിയ. ലൂക്കോസൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് ലൂക്കോപീനിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ കണ്ടന്റ് ഓഫ് ഡ്രാപ്കിൻസ് റിയേജൻ എക്സെപ്റ്റ് sodium bicarbonate, potassium cyanide, acetone and potassium ferric cyanide. Answer is option C, acetone. ഡാർക്കിൻസ് റിയേജൻറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന റിയേജൻ്റാണ് ഡാർക്കിൻസ് റിയേജൻറ്റ് കണ്ടൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അതിൻ്റെ കണ്ടൻ്റ് അല്ലാത്തത് ഏതാണ്? അസറ്റോൺ ആണ്. ഇതിൻ്റെ കണ്ടൻ്റ് അല്ലാത്തത് സാമത്ത് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻ്റാണ് ഡാർക്കിൻസ് റിയേജൻറ്റ്. നെക്സ്റ്റ്, സ്റ്റേജസ് ഓഫ് PSR എക്സെപ്റ്റ്. ഓപ്ഷൻ എ സ്റ്റേജ് ഓഫ് സ്റ്റോപ്പിംഗ്, ഓപ്ഷൻ ബി സ്റ്റേജ് ഓഫ് അഗ്രിഗേഷൻ, ഓപ്ഷൻ സി സ്റ്റേജ് ഓഫ് സെഡിമെൻറ്റേഷൻ, ഓപ്ഷൻ ഡി സ്റ്റേജ് ഓഫ് പാക്കിംഗ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ സ്റ്റേജ് ഓഫ് സ്റ്റോപ്പിംഗ്. ESRന് 3 സ്റ്റേജസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേജസ്? സ്റ്റേജ് ഓഫ് അഗ്രിഗേഷൻ, സ്റ്റേജ് ഓഫ് സെഡിമെൻറ്റേഷൻ, സ്റ്റേജ് ഓഫ് പാക്കിംഗ്. സ്റ്റേജ് ഓഫ് അഗ്രിഗേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് റോളക്സ് ഫോർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ESRൻ്റെ സ്റ്റേജസ് അല്ലാത്തത് ഓപ്ഷൻ എ സ്റ്റേജ് ഓഫ് സ്റ്റോപ്പിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ വെയ്നർ, ഓപ്ഷൻ ബി കോളാൻസ്റ്റൈനർ, ഓപ്ഷൻ സി ഡി കാസ്റ്റെല്ലോ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റുർലി. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി കാൾ ആൻസ്റ്റൈനർ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ ദ ഫോർത്ത് ഗ്രൂപ്പായ AB ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഡി കാസ്റ്റെല്ലോയും സ്റ്റുർലയും ചേർത്തിട്ടാണ് ദ ഫോർത്ത് ഗ്രൂപ്പ് AB എന്ന് പറഞ്ഞാൽ റയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പാണ്. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ആൻസ്റ്റൈനർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആൻറ്റിബോഡി പ്രസൻറ്റ് ഇൻ ബ്ലഡ് ഗ്രൂപ്പ് എ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആൻറ്റി എ, ഓപ്ഷൻ ബി ആൻറ്റി എ ആൻഡ് ബി, ഓപ്ഷൻ സി ആൻറ്റി ബി, ഓപ്ഷൻ ഡി നോ ആൻറ്റിബോഡി. എയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആൻറ്റി ബി. അതുപോലെ എയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻ ഏതാണ്? അപ്പം ആൻറ്റിജൻ എ ആണ് എയിൽ ബ്ലഡ് ഗ്രൂപ്പിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻ. ആൻറ്റിബോഡി ആൻറ്റി ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the method is used to detect bleeding time is option A capillary tube method, option B Lee and White venipuncture method, option C IVS method, option D Zeta sedimentation method. The answer is option C IVS method.
ബ്ലീഡിങ് ടൈം ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഐവിഎസ് മെത്തേഡും അതുപോലെ തന്നെ ഡ്യൂക്സ് മെത്തേഡും. ഡ്യൂക്സ് മെത്തേഡും ഐവിഎസ് മെത്തേഡും ബ്ലീഡിങ് ടൈം ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അതുപോലെ കാപ്പിലറി ട്യൂബ് ആൻഡ് ലീ ആൻഡ് വൈറ്റ് വെനിപഞ്ചർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ക്ലോട്ടിംഗ് ടൈം. ക്ലോട്ടിംഗ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? കാപ്പിലറി ട്യൂബ് മെത്തേഡും ലീ ആൻഡ് വൈറ്റ് വെനിപങ്ക്ചർ മെത്തേഡും. അതുപോലെ സീറ്റ സെഡിമെൻറ്റേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ESR ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് എന്ത്? സീറ്റ സെഡിമെൻറ്റേഷൻ മെത്തേഡ്. Next question, reticulocyte can be demonstrated by a special staining method called option A Leishman stain, option B supravital stain, option C Gram stain, option D H&D staining. The answer is option B supravital staining. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് ആണ് സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഡൈ എന്ന് പറഞ്ഞാൽ ബ്രോമോ ക്രിസോൾ ബ്ലൂ അല്ലെങ്കിൽ മെത്തിലിൻ ബ്ലൂ ആണ് സുപ്രാവൈറ്റൽ സ്റ്റെയിനിൽ യൂസ് ചെയ്യുന്ന ഡൈ. സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിനാണ്. അതിൽ വരുന്ന ഡൈ ആണ് ഏത്? ബ്രോമോ ക്രിസോൾ ബ്ലൂ അല്ലെങ്കിൽ മെത്തിലിൻ ബ്ലൂ. Next question, sickling test is uses to diagnose option A sickle cell anemia, option B leukemia, option C erythropenia, option D hemolytic anemia. സിക്ലിംഗ് ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഏതാണ് ആൻസർ. ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ചാൽ അരിവാൾ രോഗം. അരിവാൾ രോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അബ്നോർമൽ ഫോമായ ഹീമോഗ്ലോബിൻ HbS നമ്മുടെ ബ്ലഡിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം വരുന്നത്. Next question, normal value of bleeding time. Option A 3 to 8 minutes, option B 2 to 6 minutes, option C 1 to 2 minutes, option D 4 to 5 minutes. The answer is option B 2 to 6 minutes. Bleeding time in normal value ആണ് 2 to 6 minutes. ക്ലോട്ടിംഗ് ടൈമിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 to 8 minutes ആണ് ക്ലോട്ടിംഗ് ടൈമിൻ്റെ നോർമൽ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് വിൻഡ്രോപ്സ് ഹെമറ്റോക്രിറ്റ് ട്യൂബ്. Option A 15 cm, option B 20 cm, option C 8 cm, option D 11 cm. The answer is option D 11 cm. Windrop's hematocrit tube is used to check PCV ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? വിൻഡ്രോപ്സ് ഹെമറ്റോക്രിറ്റ് മെത്തേഡ്. അതിൽ യൂസ് ചെയ്യുന്ന ട്യൂബാണ് വിൻഡ്രോപ്സ് ഹെമറ്റോക്രിറ്റ് ട്യൂബ്. വിൻഡ്രോപ്സ് ഹെമറ്റോക്രിറ്റ് ട്യൂബിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 11 cm. Next, expand MCV. Option A mean cell volume, option B mean corpuscular volume, option C mean cell variation, option D none of the above. Answer is option B mean corpuscular volume. MCV എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് സെൽ ഇൻഡീസസിൽ വരുന്നതാണ് MCV. അതിൽ വരുന്ന അതർ റെഡ് സെൽ ഇൻഡീസസ് എന്ന് പറഞ്ഞാൽ MCH, MCHC, MCD. MCH എന്ന് പറഞ്ഞാൽ മീൻ സെൽ ഹീമോഗ്ലോബിൻ, MCHC എന്ന് പറഞ്ഞാൽ മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനാണ് MCHC. അതുപോലെ MCD മീൻ സെൽ ഡയമീറ്റർ. ഇപ്പം നമ്മൾ ചോദിച്ചിരിക്കുന്നത് MCV ആണ്. MCV എന്ന് പറഞ്ഞാൽ മീൻ കോർപ്പസ്കുലർ വോളിയം. നെക്സ്റ്റ്, നോർമൽ വാല്യൂ ഓഫ് MCHൻ്റെ നോർമൽ വാല്യൂ. ഓപ്ഷൻ എ 30 to 38%, ഓപ്ഷൻ ബി 27 to 32 പൈക്കോഗ്രാം, ഓപ്ഷൻ സി 80 to 92 ഫെമറ്റോലിറ്റർ, ഓപ്ഷൻ ഡി 6.7 to 7.7 മൈക്രോമീറ്റർ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 27 to 32 പൈക്കോഗ്രാം. MCH എന്ന് പറഞ്ഞാൽ മീൻ സെൽ ഹീമോഗ്ലോബിൻ റെഡ് സെൽ ഇൻഡീസസിൽ വരുന്നതാണെന്ന് പറഞ്ഞു. അതിന് നോർമൽ വാല്യൂ ആണ് 27 to 32 പൈക്കോഗ്രാം. PG എന്ന് പറഞ്ഞാൽ പൈക്കോഗ്രാം ആണ്. അതുപോലെ 30 to 38% MCHC മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷന് നോർമൽ വാല്യൂ ആണ് 30 to 38%. 80 to 92 ഫെമറ്റോലിറ്റർ എന്ന് പറഞ്ഞാൽ MCV മീൻ കോർപ്പസ്കുലാർ വോളിയത്തിന് നോർമൽ വാല്യൂ ആണ് എന്ത്? 80 to 92 ഫെമറ്റോലിറ്റർ. FL എന്ന് പറഞ്ഞാൽ ഫെമറ്റോലിറ്റർ. അതുപോലെ റെഡ് സെൽ ഇൻഡീസിൽ വരുന്ന വേറൊരു എന്താണ്? മീൻ സെൽ ഡയമീറ്റർ. അതിന് നോർമൽ വാല്യൂ ആണ് 6.7 to 7.7 മൈക്രോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ വാല്യൂ ഓഫ് ആബ്സല്യൂട്ട് ഇയോസിനോഫിൽ കൗണ്ട്.
ഓപ്ഷൻ എ 40 to 440 per millimeter cube of blood. ഓപ്ഷൻ ബി 10 to 100 per millimeter cube of blood. ഓപ്ഷൻ സി 2 to 8%. ഓപ്ഷൻ ഡി 6 to 8%. The answer is ഓപ്ഷൻ എ 40 to 440 per millimeter cube of blood. ഇപ്പോൾ ചോദിച്ചത് ആബ്സല്യൂട്ട് ഇയോസിനോഫിൽ കൗണ്ടിൻ്റെ നോർമൽ വാല്യൂ ആണ്. അതുപോലെ WBCയിൽ കാണപ്പെടുന്ന ഇയോസിനോഫിലിൻ്റെ നോർമൽ വാല്യൂ 2 to 8% ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഓപ്ഷൻ ബി കഴിഞ്ഞു ഓപ്ഷൻ ഡി തന്നെയാണ് ഇട്ടേക്കുന്നത്. അത് മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണം. ഈ 25 ക്വസ്റ്റ്യനിൽ ഞാൻ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പാർട്ട് 1 തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഹെമറ്റോളജിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അതൊരു പാർട്ടായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്